അപ്പൊ ഇതിപ്പം ഈ ഒരു പാലം ഇങ്ങനെ ആയിട്ട് എത്ര കാലായി? 4 വർഷമായി അല്ലേ? നിങ്ങളിപ്പം ഈ ഈ ഇപ്പുറം സൈഡിലുള്ള സ്ഥലത്തിന് എന്തെന്നാ പറയുക? അതോ അതെ അല്ലേ? അപ്പൊ നിങ്ങൾ പഞ്ചായത്തില് അങ്ങനെയൊന്നും അറിയിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉള്ളത്? അറിയിച്ചു, ആദ്യം തന്നെ അറിയിച്ചു. എന്നിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു അതെ അല്ലേ? ഇതിപ്പോ നിങ്ങൾ കവുങ്ങ് വെച്ചിട്ടുണ്ടാക്കിയതാന്ന്? നിങ്ങളിപ്പോ ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് ആണല്ലോ, നിങ്ങൾ ഇതിൽ കൂടിയാണോ സ്കൂളിൽ പോയിക്കൊണ്ടുണ്ടായിരുന്നത്? അതെ, ഇതിപ്പോ കൊളാപ്സ് ആയിട്ട് 4 കൊല്ലമായി. ഇത്ര വരെ എന്ന് ഡെവലപ്പ് ആയിട്ടാ. നമ്മ ഇപ്പൊ ഇവിടെ തന്നെ വേണ്ടി വരും. പിന്നെ ഒരു റൂട്ട് ഉണ്ട്, അത് കുറേ ദൂരമാണ്. ഇപ്പം നിങ്ങൾക്കിപ്പം ഈ ഒരു പാലം ഇവിടെ ഉള്ളത് കൊണ്ട് അപ്പർ സൈഡ് അല്ലെങ്കിൽ ഇപ്പർ സൈഡ് നിങ്ങൾക്ക് ഏതാ അടുത്ത്? നിങ്ങൾക്ക് ടൗൺ പോവുകയാണെന്നുണ്ടെങ്കിൽ, സ്കൂള്, ഹോസ്പിറ്റൽ അങ്ങനെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ടുള്ളത്? അത് ഈ സ്ഥലം തന്നെ അടുത്താണ്. ആ സ്ഥലം ആടെ പോകുന്നുണ്ടെങ്കിൽ 8-8.5 കിലോമീറ്റർ ഉണ്ട്. ഇതാണെങ്കിൽ അടുത്തുണ്ട്, നമുക്ക് നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. ടൗണിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 8 കിലോമീറ്റർ പോകണം. ഇപ്പൊ ഇതുണ്ടല്ലോ, 4 വർഷമായി ഈ ഒരു പാലം ഇങ്ങനെ ആയിട്ട് എന്നുള്ളത് പല ആൾക്കാരും പറഞ്ഞറിഞ്ഞിട്ടാണ് നമ്മളും കൂടി ഇങ്ങോട്ടേക്ക് വരുന്നത്. നിങ്ങൾ ഈ നാട്ടുകാരായിട്ട് 4 വർഷം ഇത് ശരിയാക്കണം എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിലാവട്ടെ അല്ലെങ്കിൽ പഞ്ചായത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം കിട്ടിയിട്ടില്ലെങ്കിൽ മുകളിലേക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല? എന്ന് വെച്ചാൽ ഇതിപ്പോൾ ദേരമ്പള പാലാണ്. ഇത് മീഞ്ച പഞ്ചായത്തിൽ വരുന്നതാണ്. ഇതിപ്പോൾ മീഞ്ച പഞ്ചായത്തിൽ നിന്ന് മംഗൾപ്പാടി പഞ്ചായത്ത് കണക്ട് ചെയ്യുന്നതാണ്. മംഗൾപ്പാടി പഞ്ചായത്ത് ഒന്നിച്ച് ഈ പയ്യോലിക്കും കൂടി ബോർഡറിലാണ് ഉള്ളത്. അപ്പോൾ മംഗൾപ്പാടിയും പയ്യോലിക്കും മീഞ്ച പഞ്ചായത്തും 3 കണക്ട് ചെയ്യുന്ന ഒരു പാലമാണ്. ഇതിപ്പോൾ നമ്മൾ ഈ പാലം 2023 നല്ലൊരു ശക്തമായ മഴ ഉണ്ടായ സമയത്ത് ഒലിച്ചു പോയതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ലോക്കൽ പഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്ത് അടക്കം കളക്ടറോട് അടുത്തോളം നമ്മൾ പരാതി എത്തിച്ചിട്ടും അധികൃതർ ഇവിടെ വരെ എത്തിയിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല. സംഭവിച്ചതുകൊണ്ട് ഞാൻ ഒരു തിങ്കളാഴ്ച ഒരു കുട്ടി ഇങ്ങനെ വെള്ളത്തിൽ വീണതുകൊണ്ടാണ് ഇപ്പോൾ ഏകദേശം എല്ലാവരും അറിയാൻ തുടങ്ങുന്നതും. MLA അടക്കം നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടാണ് MLA അടക്കം അറിയുന്നത്. അപ്പോൾ MLA ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. തിങ്കളാഴ്ച ഒരു വരാന്ന് പറഞ്ഞിട്ടുണ്ട്. വന്ന ശേഷം ബാക്കി കാര്യങ്ങൾ ഇനി നോക്കണം. അവരെന്താ അഷുറൻസ് കൊടുക്കുന്നത് നമുക്കറിയില്ല. ഇതുവരെ അവർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിപ്പോൾ പാലം വീണിട്ട് ഏകദേശം 3 വർഷമായി. 3 വർഷം ആയിട്ടും കുറേ ഭരണം മാറി, എന്നിട്ട് പോലും ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു പാലം അത്യാവശ്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇപ്പോൾ ഈ ഭാഗത്ത് ഏകദേശം ഒരു 300-400 ആൾക്കാരുണ്ട്. 400 ആൾക്കാർ ഇങ്ങോട്ട് ഒരു 600-800 മീറ്റർ കഴിഞ്ഞാൽ ഒരു ബസ് സ്റ്റാൻഡാണ്. ആ ബസ് സ്റ്റാൻഡ് ടൗണ് ഏകദേശം ബാങ്ക്, ഹോസ്പിറ്റലോ എന്ത് പോകുന്നുണ്ടെങ്കിലും അടുത്ത് ഇതാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഒരു ചുറ്റി പോകുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ബസ് സ്റ്റാൻഡ് പോകുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 6-8 കിലോമീറ്റർ വേണം. ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് ഇതൊരു പഞ്ചായത്ത് പോകുന്നുണ്ടെങ്കിൽ 8 കിലോമീറ്റർ പഞ്ചായത്ത് ഉണ്ട്. മിഞ്ച പഞ്ചായത്ത് 8 കിലോമീറ്ററിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പുത്തൂർ ഭാഗത്തോ അല്ലെങ്കിൽ കാസർഗോഡ് ഭാഗത്തോ അല്ലെങ്കിൽ മാംഗ്ലൂർ ഭാഗത്തോ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 15-18 കിലോമീറ്ററോളം ചുറ്റിട്ടാണ് പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ പാലം അത്യാവശ്യമാണ്. ഏകദേശം ഒരു 800 മീറ്ററിലുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് പോകുന്ന കോസ്റ്റാണ്, ഈ ട്രാവൽ കോസ്റ്റ് ഏകദേശം ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ ടാക്സി എടുത്ത് പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബെയർ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇവിടെ ഏകദേശം ഈ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പോൾ കൃഷി ചെയ്യുന്ന ആൾക്കാരും പ്രൈവറ്റ് എംപ്ലോയീസും അതുപോലെ തന്നെ സ്റ്റുഡൻസുമാണ് കൂടുതലുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് MLA വന്നിട്ടില്ല എന്നറിയില്ല. MP-യും ഒരു പ്രാവശ്യം വന്നു, അഷുറൻസ് തന്നു ഈ പ്രാവശ്യം എന്തെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഒന്നും ആക്ഷൻ എടുത്തിട്ടില്ല. കളക്ടർ അടക്കം നമ്മൾ പരാതി തന്നതാണ്. നമ്മൾ വെച്ചാൽ നമ്മൾ കുറച്ച് ലോക്കൽ ആൾക്കാരുണ്ടായിരുന്നു, സീനിയേഴ്സ്. അവർ കളക്ടർ ഓഫീസ് അടക്കം പോയിട്ടുണ്ട്. അവർ അവിടുന്ന് പരാതി കൊടുത്ത് ടെക്നോളജിമെന്റ് വാങ്ങിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഒരു ആക്ഷനും കളക്ടർ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഈ പാലം അപ്പൊ ചേഞ്ച് ചെയ്യോ? അതിന്റെ മുകളിൽ വെള്ളം വന്നെങ്കിൽ അത് പോവും. അതിന്റെ പിന്നെ പാലത്തിന്റെ മുകളിൽ വരെ വെള്ളം വരും. മുകളിലല്ല, റോഡിന്റെ മുകളിൽ ഇക്കുറി മാത്രം വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു 4 കുരി വന്നു. നല്ലോണം വെള്ളം മഴ ഉണ്ടായി. നാട്ടുകാർക്ക് ഇതന്നെ പണി. ഇത് നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ നമ്മ അപ്പുറത്തിന് തന്നെ പോകണ്ടേ. അപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇത് ഈ പ്രദേശത്തുള്ള ദേരംബള്ള എന്ന് പറയുന്ന പ്രദേശത്തുള്ള ആൾക്കാർക്ക് പറയാനുള്ളതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും ലിറ്ററലി ഐ ആം ഷിവറിങ്. ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല.
ഭയങ്കര ഒരു ഭീകര അന്തരീക്ഷമാണ് എനിക്ക് ചുറ്റും ഇപ്പോൾ ഉള്ളത്. എത്രയോ കുട്ടികൾ, 40-ലധികം കുട്ടികൾ ഈ ഒരു പാലത്തിൽ കൂടിയാണ് സ്കൂളിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ള ആൾക്കാരാവട്ടെ, കുട്ടികളെ എടുത്തിട്ടടക്കം ഈ പാലം കടന്നിട്ടാണ് ആൾക്കാർ പോകുന്നത്. ഇന്നിപ്പോൾ 2 ദിവസമായിട്ട് മഴ കുറവായതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ വരെ വെള്ളം വരും എന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. 2 വർഷം മുന്നേ പല ഈ പറഞ്ഞ ന്യൂസുകളിലും എല്ലാത്തിലും ഈ പാലത്തിൻ്റെ ഈ ഒരു ഗതി വന്നിട്ടുണ്ട്. മാപ്രകളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഒളിമുറിയിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കാതെ ഇതുപോലുള്ള ന്യൂസുകളും കൂടി കവർ ചെയ്യാൻ നോക്കുക. പിന്നെ കോണ്ടന്റ് ക്രിയേറ്റർ, സ്വയം ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുന്ന ഒരുപാട് ആൾക്കാരോടാണ്, നിങ്ങൾക്ക് ഡൽഹിയിലേക്ക് പോയിട്ട് പ്രൊട്ടസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെയും ഈ ദേറംബള്ള എന്ന് പറയുന്ന മഞ്ചേശ്വരം ഇതിലല്ലേ ഇത് വരുന്നത്? അപ്പൊ മഞ്ചേശ്വരം ഡിസ്ട്രിക്റ്റ് അല്ലല്ലോ, താലൂക്കിൽ അല്ലേ, മഞ്ചേശ്വരം താലൂക്കിൽ വരുന്ന ഇവിടെ വന്നിട്ടും പ്രൊട്ടസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക്. കാരണം എത്രയോ ആൾക്കാർ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു പാലം കൊണ്ട്. എന്തായാലും നാളെ MLA ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അധികൃതരോട് കൂടിയിട്ടാണ് ഇനിയും നിങ്ങൾ 4 വർഷം നിങ്ങൾ കണ്ണടച്ചു, 4 വർഷം ഇവർ അനുഭവിച്ചു, ഇനിയും ദയവ് ചെയ്തിട്ട് അനുഭവിക്കാൻ വിടരുത്. ഞാനടക്കമുള്ള ആൾക്കാർ ഇത് അറിയുന്നത് ഒരു കുട്ടി കഴിഞ്ഞ ദിവസം തലകറങ്ങി വെള്ളത്തിൽ വീണതുകൊണ്ടാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഇത് ഞാൻ പറയട്ടെ, എനിക്ക് ഒഴുകുന്ന വെള്ളം കാണാൻ പറ്റില്ല, ഹൈറ്റ് കാണാൻ പറ്റില്ല, അപ്പം എനിക്ക് തല കറങ്ങും. അങ്ങനെ പ്രശ്നങ്ങളുള്ള ഫോബിയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ പാലം പോയിട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇവിടെ വരെ നിൽക്കാൻ വേണ്ടി പറ്റില്ല. അത്രക്കും ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ദയവ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണുന്ന അധികൃതരോടാണ് എനിക്ക് പറയാനുള്ളത്, ഒരു ജീവൻ പൊലിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇവിടെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. പഞ്ചായത്തിലും കളക്ടറെ അടക്കം അറിയിച്ചിട്ടുണ്ട്. വൻ മാപ്രകളടക്കം 2 വർഷം മുന്നേ ഈ ന്യൂസ് കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരും തന്നെ ഒരു രീതിയിലുള്ള പ്രതികരണം ഈ പാലത്തിന് നടത്തിയിട്ടില്ല. കയറൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇതിൻ്റെ ഈ കൈപ്പിടികളൊക്കെ ശരിയാക്കി വെച്ചിട്ടുള്ളത്. ഇവിടെയില്ല, അവിടെയില്ല, കാണുമ്പോൾ തന്നെ പേടിയാവും. ദയവ് ചെയ്തിട്ട് ആർക്കൊക്കെ ഇവിടെ വന്നിട്ട് ഈ ഒരു പ്രശ്നം, ഇപ്പം നിങ്ങൾക്കും അറിയാം, സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ ഒരു സാധനം പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള നീതി കിട്ടുള്ളൂ. 4 വർഷമായിട്ട് ഇവർ അനുഭവിക്കുകയാണ്, ഇനിയും ഇവരെ അനുഭവിക്കാൻ അനുവദിക്കരുത്. കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോടാണ്, ഇവിടെ വന്ന് ഈ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കാതെ പോകാൻ പറ്റില്ല. ഐ എം ഡാം ഷുവർ അബൌട്ട് ഇറ്റ്. ഇവിടെ കാണുന്ന, ഞാൻ എൻ്റെ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭീകരതയാണ്. വരിക, ഈ നാട്ടുകാരെ ഈ ഒരു ദുരിതത്തിൽ എന്തായാലും നമ്മൾ രക്ഷിച്ചേ പറ്റുള്ളൂ. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ 4 വർഷം ഇവർ അനുഭവിച്ചിട്ടുള്ള ഈ കഷ്ടപ്പാടിനൊരു വിടയുണ്ടാവും. പ്ലീസ്.